നമസ്കാരം. കൊഴിഞ്ഞുപോക്കുകളുടെ കാലമാണ്. അതിപ്പോൾ മാധ്യമ ഗ്രൂപ്പുകളിൽ നിന്നായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ നിന്നുമായിക്കോട്ടെ, കൊഴിഞ്ഞുപോക്കുകളുടെ കാലമാണിപ്പോൾ. മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നെല്ലാം തന്നെ കൊമ്പന്മാരെല്ലാം പടിയിറങ്ങുകയാണ്. സുജയ പാർവതിയെ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ പടിയിറങ്ങുന്നു. ഏഷ്യാനെറ്റിലുണ്ടായിരുന്നപ്പോൾ ആരും അത്ര ശ്രദ്ധിക്കാതെ പോയ സുജയ പാർവതി 24ലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ശ്രദ്ധിക്കുന്നു എല്ലാവരും. 24ൽ അവരുടെ വാക്ചാതുര്യം കൊണ്ടും അവരുടെ പ്രസന്റേഷൻ മികവ് കൊണ്ടും തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നീട് 24ൽ നിന്നും ഇറങ്ങി റിപ്പോർട്ടർ എന്ന പുതുമോടിയോട് വന്നപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു മേധാവിയായി വരുന്നു. അവിടെ നിന്നും ഇതാ പടിയിറങ്ങിക്കൊണ്ടാണ് ബിഗ് TV എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും സുജയ പാർവതി അമരത്തിലേക്ക് വരുന്നത്. മലയാള ടെലിവിഷൻ വാർത്താ ചാനലുകൾ തമ്മിൽ കടുത്ത മത്സരം അരങ്ങേറുന്നതിനിടയിലാണ് പുതിയൊരു ചാനൽ കൂടി വരവ് അറിയിക്കുന്നത്. റേറ്റിംഗിന് വേണ്ടി ചാനലുകൾ അക്ഷരാർത്ഥത്തിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമനായി മുന്നേറുമ്പോൾ ഒപ്പം എത്താനുള്ള പോരാട്ടത്തിലാണ് റിപ്പോർട്ടർ TVയും 24 ന്യൂസും മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും അടക്കമുള്ള ചാനലുകൾ. ഇതിനിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അനിൽ അരൂരിന്റെ നേതൃത്വത്തിലുള്ള ബിഗ് TVയാണ് വമ്പൻ ലോഞ്ചിന് ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിഗ് TV പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സൂചന. രാജ്യത്തെ പ്രമുഖ മീഡിയ ശൃംഖലകളിൽ ഒന്നായ ബിഗ് ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ബിഗ് TV. നിലവിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി തെലുങ്കിലാണ് ബിഗ് TV സജീവമായിട്ടുള്ളത്. തമിഴിലും ബിഗ് TV പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വാർത്താ ചാനലുകളിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി പ്രമുഖ മാധ്യമ പ്രവർത്തകരെ തങ്ങൾക്കൊപ്പം ചേർക്കുകയാണ് ബിഗ് TVയുടെ ആദ്യ ലക്ഷ്യം. അക്കൂട്ടത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അവതാരകരും റിപ്പോർട്ടർമാരും ഉണ്ട്. വൻ പാക്കേജിലാണ് പ്രമുഖ ചാനലുകൾ വിട്ട് സ്റ്റാർ അവതാരകർ ബിഗ് TVയിലേക്ക് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല നിരവധി പുതുമുഖങ്ങളും ബിഗ് TVയുടെ മുഖമായി എത്തുമെന്നാണ് വിവരം. പ്രമുഖ മാധ്യമ പ്രവർത്തകയായ സുജയ പാർവതി റിപ്പോർട്ടർ TVയിൽ നിന്നും രാജിവെച്ച ബിഗ് TVക്കൊപ്പം ചേരുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരം. റിപ്പോർട്ടർ TVയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവിയിലായിരുന്നു സുജയ പാർവതി. കഴിഞ്ഞ ഒരാഴ്ചയായി സുജയ അവധിയിലായിരുന്നു. രാജിക്ക് മുൻപുള്ള കൂളിംഗ് പീരീഡ് എന്ന നിലയിലാണ് സുജയ അവധിയിൽ പ്രവേശിച്ചത് എന്നാണ് അവരുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2023 മുതൽ റിപ്പോർട്ടർ TVയുടെ ഭാഗമായിരുന്നു. നേരത്തെ 24 ന്യൂസ് ചാനലിൽ നിന്നും രാജിവെച്ച ശേഷമാണ് റിപ്പോർട്ടറിലേക്ക് എത്തിയത്. നേരത്തെ 2023 BMS പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ 24 ന്യൂസിൽ നിന്നും പ്രതികാര നടപടികൾ സുജയ പാർവതിക്ക് നേരിടേണ്ടി വന്നിരുന്നു. BJPയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ BMSന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും BMS ആദരിക്കപ്പെടേണ്ട സംഘടനയാണെന്നും മോദിയുടെ ഭരണ നേട്ടങ്ങൾ അവഗണിക്കാനാകില്ല എന്നും സുജയ വേദിയിൽ പറഞ്ഞിരുന്നു. മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ സംഘപരിവാർ സമ്മർദ്ദം ഏറിയപ്പോഴാണ് 2024 മാർച്ച് 29 സുജയയുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. സസ്പെൻഷൻ കഴിഞ്ഞ് ഓഫീസിൽ പ്രവേശിക്കാനെത്തിയ സുജയയ്ക്ക് RSS സ്വീകരണവും നൽകിയിരുന്നു. തിരികെ ജോലിയിൽ പ്രവേശിച്ച ചാനൽ വാർത്ത വായിച്ചതിന് ശേഷമാണ് സുജയ 24ൽ നിന്ന് രാജിവെച്ചതും റിപ്പോർട്ടറിൽ ജോലിക്ക് പ്രവേശിച്ചതും. റിപ്പോർട്ടർ TVയെ ജനപ്രിയനാക്കുന്നതിന് വലിയ പങ്കുവഹിച്ച മാധ്യമ പ്രവർത്തകയാണ് സുജയ. സുജയ രാജിവെച്ച് ഇറങ്ങുന്നത് റിപ്പോർട്ടർ TVയെ സാരമായി ബാധിച്ചേക്കും. റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗിൽ വലിയ പങ്കുവഹിച്ച സുജയയുടെ പടിയിറക്കം ചാനലിനെ സംബന്ധിച്ച വലിയ ആഘാതമായിരിക്കും. പ്രത്യേകിച്ച് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ അരുൺകുമാറും സുജയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ചാനലിനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ സഹായിച്ചിരുന്നു. ചാനലിന് സുജയ സ്വീകരിച്ച BJP അനുകൂല നിലപാടുകൾ പലപ്പോഴും വിമർശനം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. നികേഷ് കുമാറിന് പിന്നാലെ ഉണ്ണി ബാലകൃഷ്ണനും പോയതോടെ സുജയ പാർവതിയുടെ മികവിലാണ് മീറ്റ് ദി എഡിറ്റർ ഷോ നിലനിൽക്കുന്നത്. ഡോക്ടർ അരുൺകുമാറും അധികകാലം അവിടെ തുടരാൻ സാധ്യതയില്ലെന്ന സൂചനകളുണ്ട്. കേരളത്തിലെ ഒരു വാർത്താ ചാനലിന്റെ ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടവുമായാണ് സുജയ ബിഗ് TVയുടെ ഭാഗമാകുന്നത്. നിലവിൽ കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും തലപ്പത്ത് പുരുഷന്മാരാണുള്ളത് എന്നതിനാൽ ഈ മാറ്റം ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ബിഗ് TVയുടെ വരവോടെ മലയാളം വാർത്താ ചാനൽ രംഗത്ത് കൂടുമാറ്റം ശക്തമായിരിക്കുകയാണ്. ബിഗ് TVയുടെ വരവ് റിപ്പോർട്ടറിനെയാകും ബാധിക്കുക എന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് 24 ന്യൂസ് ചാനലാണ്. ആകെ എത്ര പേർ രാജിവെച്ചെന്നോ ഇനി എത്ര പേർ രാജിവെക്കുമെന്നോ ഒരു കണക്കുമില്ലാത്ത അവസ്ഥയിലാണ് 24 ചാനൽ. ഒരു ഡസനിലേറെ മാധ്യമപ്രവർത്തകർ ഇതിനോടകം തന്നെ 24 വിട്ടുകഴിഞ്ഞു. ഇനിയും കൂടുതൽ പേർ രാജിവെക്കാനുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഡെസ്കിലും ബ്യൂറോയിലും ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ബിഗ് TVയും റിപ്പോർട്ടർ TVയും കൊത്തിക്കൊണ്ടു പോകുമ്പോൾ ആളില്ലാ കൂടാരമായി മാറിയിരിക്കുകയാണ് 24. ഒരു ഡസനിലേറെ ജേർണലിസ്റ്റുകൾ ഇതിനോടകം തന്നെ 24 വിട്ടുകഴിഞ്ഞു. ഇനിയും കൂടുതൽ പേർ രാജിവെച്ചേക്കും. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും 3-4 പേർ രാജിവെച്ചിട്ടുണ്ട്. 24 വിടുന്നവർ ഏറെയും സ്ഥാപനത്തിന്റെ ചില വൈരികളായ റിപ്പോർട്ടറുകളിലേക്കാണ് പോകുന്നത് എന്നതും 24 മാനേജ്മെന്റിനെ വിഷമിപ്പിക്കുന്നുണ്ട്.
മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെക്കാൻ തുടങ്ങിയതോടെ അവശേഷിക്കുന്ന ജീവനക്കാരും കടുത്ത ആശങ്കയിലാണ്. സുജയ പാർവതി മാത്രമല്ല, റിപ്പോർട്ടർ ടിവിയിലെ 19ഓളം പ്രമുഖ ബിഗ് ടിവിയിലേക്ക് പോകിയിട്ടുണ്ട്. റിപ്പോർട്ടർമാരും ഡെസ്കിലുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു. ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, റിപ്പോർട്ടർ ടിവി തുടങ്ങിയ ചാനലുകളിൽ സാങ്കേതികവും ഭരണപരവുമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അനിൽ അരൂർ ആണ് ബിഗ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തോടൊപ്പം വേണു ബാലകൃഷ്ണൻ ന്യൂസ് ഡയറക്ടറായും ജോഷി കുര്യൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായും ബിഗ് ടിവിയിൽ ഉണ്ടാകും. റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസ്, 24, മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ ചാനലുകളിൽ നിന്നും നിരവധി പേർ ബിഗ് ടിവിയിലേക്ക് ചേക്കേറുന്നുണ്ട്. അപർണ കുറുപ്പ്, ലക്ഷ്മി പത്മ, ആര്യ തുടങ്ങി പ്രമുഖരായ പല അവതാരകരും ഈ പുതിയ സംരംഭത്തിന്റെ ഭാഗമാകുന്നുവെന്നാണ് വിവരം. ന്യൂസ് മലയാളം 24ന്റെ ഭാഗമായിരുന്ന ലക്ഷ്മി പത്മ ന്യൂസ് 18 കേരളം വിട്ടാണ് അപർണ കുറുപ്പ് ബിഗ് ടിവിയുടെ ഭാഗമാകുന്നത്. റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് മാത്രം ഏതാണ്ട് 19ഓളം പേരാണ് ബിഗ് ടിവിയിലേക്ക് പോകുന്നത്. മീഡിയ വൺ ചാനലിന്റെ മുൻനിര അവതാരകനായ അജീംസും ബിഗ് ടിവിയുടെ ഭാഗമായേക്കുമെന്നാണ് സൂചന. ചാനൽ ചർച്ചകളിലൂടെയും ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെയും പ്രേക്ഷകർക്ക് അജിംസ ചിരപരിചിതരാണ് താനും. എന്തായാലും കാത്തിരുന്ന് കാണാം പുതിയ തുടക്കത്തിന്റെ വലിയ ടിവിയുടെ ആ വാർത്തകൾ കാണാൻ.